ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന നല്ലൊരു ഇഫ്താർ സ്നാക്കാണ് കേട്ടോ ചെയ്യുന്നത്. അതും സമൂസ ഷീറ്റൊക്കെ വെച്ചിട്ട് എളുപ്പമുള്ള രീതിയിലാണ്, നല്ലൊരു മസാലക്കൂട്ടിലാണ്. വീഡിയോ കണ്ടിട്ട് ഇഷ്ടമാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും കൂടെ മറക്കരുതേ. അപ്പോൾ ആദ്യം ഇതിൻ്റെ ഫില്ലിങ് റെഡിയാക്കി എടുക്കാനായിട്ട് ഒരു 200 ഗ്രാം എല്ലില്ലാത്ത ചിക്കൻ എടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് കാശ്മീരി മുളക് പൊടി, മഞ്ഞൾപ്പൊടിയും പിന്നെ ഒരു ഇത്തിരി മല്ലിപ്പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ കുറച്ച് ചെറിയ ജീരകത്തിൻ്റെ പൊടി ഇട്ട് കൊടുക്കുക കേട്ടോ. പിന്നെ കുറച്ച് കുരുമുളക് പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഒരു 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കുക. അതിൻ്റെ കൂടെ തന്നെ 2 ടേബിൾ സ്പൂൺ അധികം പുളിയില്ലാത്ത തൈരാണ് എടുത്തിട്ടുള്ളത്. പിന്നെ ഇതിലേക്കൊരു 1/4 ടീസ്പൂൺ അളവിൽ ഉപ്പ് ഈ സമയത്ത് ചേർത്ത് വെക്കുക. എന്നിട്ട് എല്ലാം കൂടി നല്ലോണം മിക്സ് ആക്കി എടുക്കുക കേട്ടോ. തൈരിന് പുളി കുറവാണെങ്കിൽ ഒരു ഇത്തിരി നാരങ്ങാനീരും കൂടിയൊക്കെ ചേർത്ത് കൊടുക്കുക. സമയം ഉണ്ടെങ്കിൽ ഒരു 10-15 മിനിറ്റൊക്കെ റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കാം. അടുത്തതിന് ഒരു പാനിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ ബട്ടർ ചൂടാക്കിയിട്ട് അതിലേക്ക് ഈ ഒരു ചിക്കൻ ചേർത്തിട്ട് നല്ലോണം ഒന്ന് വേവിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ആദ്യം ഒന്ന് മിക്സ് ആക്കിയിട്ട് ഒരു 3-4 മിനിറ്റ് ഒന്ന് ചെറിയ തീയിൽ അടച്ച് വെച്ച് കൊടുക്കുക. അങ്ങനെ ആവുന്ന സമയത്ത് പെട്ടെന്ന് സോഫ്റ്റായിട്ട് വെന്ത് കിട്ടിക്കോളും. ചെറിയ എല്ലില്ലാത്ത പീസിൽ, അപ്പോൾ അതുകൊണ്ട് തന്നെ വേഗം തന്നെ റെഡിയായി കിട്ടിക്കോളും കേട്ടോ. അത്യാവശ്യം ഇതുപോലെ ആയി വരുന്ന സമയത്തിന് ഇതങ്ങ് വറ്റിച്ചെടുത്താൽ മതി. ചിക്കൻ നന്നായിട്ട് വെന്ത് വരുന്ന സമയത്ത് തവി വെച്ചിട്ട് ഇതുപോലെ ഒന്ന് ഉടച്ചു കൊടുക്കുക. അപ്പോൾ നല്ല ചെറിയ ചെറിയ പീസായിട്ട് കിട്ടിക്കോളും. എന്നിട്ട് മസാലയൊക്കെ ഇതുപോലെ അങ്ങ് വറ്റി വരുമ്പോൾ നമുക്കിതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഓയിലൂടെ ചേർത്ത് കൊടുക്കുക. അതിലേക്ക് അത്യാവശ്യം വലിയ 2 സവാള ഇതുപോലെ കൊത്തിയരിഞ്ഞിട്ട് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ 2 പച്ചമുളക് ചെറുതായി മുറിച്ചതും 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കൂടെ ഇട്ട് കൊടുക്കുക. പിന്നെ ഒരു 1/4 ടീസ്പൂൺ അളവിൽ ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് എല്ലാം കൂടെ നല്ലോണം അങ്ങ് മിക്സ് ആക്കിയിട്ട് വഴറ്റിയെടുക്കാം. സവാളയൊക്കെ അത്യാവശ്യം ചെറുതായിട്ടൊന്ന് വഴന്ന് കളർ മാറി തുടങ്ങുന്ന സമയത്ത് നമുക്ക് കുറച്ച് മസാലപ്പൊടികളും കൂടി ഇതിലേക്ക് വേണം. 1 ടേബിൾ സ്പൂൺ കസൂരി മേത്തി എടുത്തിട്ട് ചെറുതായിട്ടൊന്ന് ചൂടാക്കി എടുക്കുക. എന്നിട്ട് ഇത് കയ്യിലിട്ടൊന്ന് പൊടിച്ചിട്ട് ഇട്ട് കൊടുക്കുക. അപ്പോൾ നല്ലൊരു ഫ്ലേവർ കൂടുതൽ കിട്ടും. പിന്നെ കുറച്ച് ചെറിയ ജീരകത്തിൻ്റെ പൊടിയും അതുപോലെ തന്നെ ഒരു ഇത്തിരി ഗരം മസാലപ്പൊടിയും കുറച്ച് കുരുമുളക് പൊടിയും കൂടെയൊക്കെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എരിവൊക്കെ നോക്കിയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റം വരുത്താം. എന്നിട്ട് ഇതെല്ലാം കൂടെ ഒന്നുകൂടെ നല്ലോണം മിക്സ് ആക്കി എടുക്കുക. അത് കഴിഞ്ഞിട്ട് ഒരു തക്കാളിയുടെ ഒരു പകുതി ഭാഗം ഇതുപോലെ ചെറുതായി മുറിച്ചിട്ട് കൊടുത്തിട്ട് അതോടെ ചേർത്തിട്ട് വേണം ഒന്ന് വഴറ്റിയെടുക്കാനായിട്ട്. ലാസ്റ്റ് ഒരു 1-2 ടേബിൾ സ്പൂൺ മല്ലിയില ചെറുതായി മുറിച്ചതോടെ ഇട്ട് കൊടുത്തിട്ട് മിക്സ് ആക്കി എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ആ ഒരു മസാലക്കൂട്ട് റെഡി ആയിട്ടോ. ഇതൊരു സൈഡിലേക്ക് മാറ്റി വെക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് സമൂസ ഷീറ്റ് എടുത്ത് വെക്കണം. അടുത്തതൊരു 3 ടേബിൾ സ്പൂൺ മൈദ എടുത്തിട്ട് അതിലേക്ക് ഒരു ഇത്തിരി പച്ചവെള്ളം കൂടെ ചേർത്തിട്ട് ഒന്ന് മിക്സ് ആക്കി വെക്കാം. നമുക്ക് ഒരു സമൂസ ഷീറ്റ് ഒന്ന് ഒട്ടിച്ചെടുക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. ഇനി ഒരു പാത്രത്തിലേക്ക് ഒരു 1/4 കപ്പ് അളവിൽ മൈദ എടുക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ ഒരു 2 നുള്ളു ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക. പിന്നെ കുറച്ച് ഉണക്കമുളക് ചതച്ചത് ഇട്ട് കൊടുത്തിട്ട് ഒരു 1/2 കപ്പ് അളവിൽ വെള്ളവും കൂടെ ചേർത്തിട്ട് നല്ലോണം മിക്സ് ആക്കി എടുക്കുക കേട്ടോ. നല്ല ലൂസായിട്ടുള്ളൊരു ബാറ്ററായിട്ടാണ് നമുക്കിത് വേണ്ടത്. ഒറിഗാനോ കയ്യിലുണ്ടെങ്കിൽ 2 നുള്ളു അതോടെ ചേർത്തിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കുക കേട്ടോ. ഈ ഒരു കട്ടിയിലുള്ള മാവായിട്ടാണ് നമുക്ക് വേണ്ടത് കേട്ടോ. അപ്പോൾ അതും ഒരു സൈഡിലേക്ക് മാറ്റി വെക്കാം. ഇനിയിപ്പോൾ ഇതുപോലെ ഒരു സമൂസ ഷീറ്റ് എടുത്ത് വെക്കുന്നുണ്ട്. ഇതിൻ്റെ മേലെയായിട്ട് നമ്മൾ ആദ്യം പേസ്റ്റ് ആക്കി വെച്ചിട്ടുള്ള ഒരു മൈദ ഉണ്ടല്ലോ, അത് കുറച്ചെടുത്തിട്ട് നടുഭാഗത്ത് ഇങ്ങനെ ബ്രഷ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് അതിൻ്റെ മേലേക്ക് അടുത്തൊരു സമൂസ ഷീറ്റ് എടുത്തിട്ട് ഇതുപോലെ ഒന്ന് വെച്ചിട്ട് ഒട്ടിച്ചു കൊടുക്കുകയാണ് വേണ്ടത് കേട്ടോ. ഒന്നങ്ങ് പ്രസ് ചെയ്ത് കൊടുക്കണേ. ഇനി ഇതിൻ്റെ നടുവിലായിട്ട് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ഒരു മസാലക്കൂട്ട് 1-2 ടേബിൾ സ്പൂൺ ഈ രീതിയിൽ വെച്ച് കൊടുക്കാം. അതിൻ്റെ മേലേക്ക് കുറച്ച് മസാല ചീസ് കൂടെ വെച്ച് കൊടുക്കുകയാണെങ്കിൽ നല്ലതായിരിക്കും. ഇതുപോലെ വെച്ചിട്ട് ഇനി ഈ സൈഡിൽ ഇതുപോലെ മൈദ കൊണ്ടൊന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുക. അത് നേരെ ഇങ്ങോട്ട് കവർ ചെയ്ത് ഒട്ടിച്ചു കൊടുക്കാം. എന്നിട്ട് ഇതിൻ്റെ മേലേക്കും ഇതുപോലെ മൈദ ബ്രഷ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇതുപോലെ ബ്രഷ് ഉണ്ടെങ്കിൽ കുറച്ചുകൂടി എളുപ്പമായിരിക്കും. അല്ലെങ്കിൽ കൈ കൊണ്ട് ഇങ്ങനെ തേച്ച് കൊടുത്താലും മതി. എന്നിട്ട് ആ ഒരു സൈഡ് ഇങ്ങോട്ട് നല്ലോണം മടക്കി കൊടുക്കുക. അതിൻ്റെ മേലെയും ഇതുപോലെ ബ്രഷ് ചെയ്ത് കൊടുക്കുക. ഈ സൈഡ് ഇങ്ങോട്ട് മടക്കി കൊടുക്കുക. നന്നായിട്ട് ഒട്ടിയിരിക്കാൻ വേണ്ടിയിട്ട് ചെറുതായിട്ടൊന്നങ്ങ് പ്രസ് ചെയ്ത് കൊടുക്കണം. അങ്ങനെ ലാസ്റ്റ് ഈ ഒരു സൈഡോടെ ഒട്ടിച്ചെടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ ബോക്സ് റെഡി ആയിട്ടോ. എല്ലാ ഭാഗത്തും ഇങ്ങനെ മൈദ തേച്ചിട്ട് ഒട്ടിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ എണ്ണയിലേക്ക് ഇടുന്ന സമയത്ത് അല്ലെങ്കിൽ കൂടുതൽ ഓയിൽ കുടിക്കും. ചെറിയ ഗ്യാപ്പൊക്കെ കൂടുതലുണ്ട് എന്നുണ്ടെങ്കിൽ ഇതാകുമ്പോൾ അത്യാവശ്യം അങ്ങ് ഒട്ടിയിരുന്നോളൂ. അപ്പോൾ ബാക്കിയുള്ളതൊക്കെ ഇതുപോലെ തന്നെ ചെയ്തെടുക്കാം. ഈ ഒരു മസാലക്കൂട്ടിൽ നമുക്കൊരു 10-11 ബോക്സ് വരെയൊക്കെ ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും. ഇനിയിപ്പോൾ നമ്മൾ ആദ്യം മിക്സ് ആക്കി വെച്ചിട്ടുള്ള ആ ഒരു മൈദയുടെ ബാറ്റർ ഉണ്ടല്ലോ, നല്ല ലൂസായിട്ടുള്ളത്, അതിൻ്റെ കൂടെ തന്നെ കുറച്ച് ബ്രെഡ് ക്രംസ് കൂടെ എടുത്ത് വെക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് ഇതുപോലെ ഓരോ ബോക്സ് എടുത്തിട്ട് ആ ഒരു മിക്സിൽ ഒന്നങ്ങ് മുക്കിയെടുക്കുക കേട്ടോ. അത് ഈ ഒരു ബ്രെഡ് ക്രംസിലിട്ട് നല്ലോണം കവർ ചെയ്തെടുക്കുക. സൈഡ് ഭാഗത്തൊക്കെ ചെറിയ ഗ്യാപ്പൊക്കെ ഉണ്ടെങ്കിൽ ഈ ഒരു ബ്രെഡ് ക്രംസിലൊക്കെ ഇട്ട് നല്ലോണം കവർ ചെയ്തെടുത്താൽ മതി. അപ്പോൾ ഉള്ളിലേക്ക് എണ്ണ കുടിക്കുന്ന പ്രശ്നമൊന്നും അധികം ഉണ്ടാവില്ല. ഇതുപോലെ റെഡിയാക്കിയിട്ട് എടുത്ത് വെക്കുക. അങ്ങനെ എല്ലാം തന്നെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നല്ല ചൂടായിട്ടുള്ള എണ്ണയിലിട്ടിട്ട് ഫ്രൈ ചെയ്തെടുത്താൽ മാത്രം മതി. ഒരു സൈഡൊക്കെ ആവുന്ന സമയത്ത് തിരിച്ചു മറിച്ചൊക്കെ ഇട്ട് നല്ലൊരു കളറൊക്കെ ആവുന്ന സമയത്ത് എണ്ണയിൽ നിന്ന് മാറ്റിയെടുക്കാം. ഇതിൽ നമ്മൾ ചീസൊക്കെ ചേർത്ത് ഉണ്ടാക്കിയതുകൊണ്ട് തന്നെ അത്യാവശ്യം ആ ഒരു ചെറിയ ചൂടോട് കൂടി തന്നെ കഴിക്കുമ്പോഴാണ് ആ ഒരു ചീസൊക്കെ വലിഞ്ഞ് നല്ല കറക്റ്റ് അതിൻ്റെ ഒരു ടേസ്റ്റിലൊക്കെ കിട്ടുക കേട്ടോ. അപ്പോൾ ഇഫ്താറിൻ്റെ സമയത്തൊക്കെ വേണ്ടിയിട്ട് നമുക്ക് നോമ്പ് തുറയുള്ള സമയത്തൊക്കെ ഉണ്ടാക്കി സെർവ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു സ്നാക്ക് കൂടിയാണിത്. ഇതിങ്ങനെ വെറുതെ ഇങ്ങനെ മുറിച്ച് കഴിക്കുക, അല്ലാന്നുണ്ടെങ്കിൽ സെർവ് ചെയ്യുന്ന സമയത്തൊക്കെ ഈ ഒരു രീതിയിൽ കട്ട് ചെയ്ത് വെക്കുകയാണെങ്കിൽ കാണാനും കുറച്ചുകൂടെ ഒരു ഭംഗിയൊക്കെ ഉണ്ടാകും. ഒരു സ്നാക്ക് രണ്ടാൾക്ക് സുഖമായിട്ട് കഴിക്കാനും ഉണ്ടാവും കേട്ടോ. അപ്പോൾ എന്തായാലും വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും കൂടെ മറക്കരുത്. ഇനി എന്തായാലും എന്നത്തെ പോലെ തന്നെ നല്ല നല്ല റെസിപ്പീസായിട്ട് നമുക്ക് പുതിയ വീഡിയോയിൽ കാണാം. താങ്ക്